റിപ്പോർട്ടർ ടി വിയിൽ ഗോപാലൻ ചേട്ടൻ്റെ ഫണ്ട് ഉണ്ടെന്നാ പറയുന്നത്. ദുഃഖം വരുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടൊരു സിനിമ എടുക്കുന്ന ആളുകളാണ്. അത് ശ്രമിച്ചിട്ടുണ്ട്, അത് നടന്നില്ല. ഇപ്പോഴും നമ്മുടെ കൂടെ മരിച്ചിട്ടില്ല മോൻ. ഇങ്ങനെ അവന്റെ ആത്മാവിന് കാരണം ഞാൻ ഒരു കൊല്ലത്തോളം വിജയ് വെച്ചൊരു സിനിമ ചെയ്യുന്നത്. ഇത് ഗോപാലൻ ചേട്ടൻ്റെ അപ്പുറത്തേക്ക് മേടിക്കാനൊന്നും ഞാനായിട്ടില്ല എന്നാ പറഞ്ഞത്. ചെറുപ്പക്കാരെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പുതിയതായി ഈ ഫീൽഡ് വരുന്ന ആൾക്കാരെ ഞാൻ പ്രോത്സാഹനം ചെയ്യും. എനിക്ക് ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ വരുമെന്നതാക്കുന്നത്. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വലിയൊരു സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി മാത്രമല്ല, നല്ലൊരു ബിസിനസ്സുമാനാണ്. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട ഗോപാലൻ ചേട്ടൻ. ചേട്ടാ, ഞാൻ ഒത്തിരി ആഗ്രഹിക്കുകയാണ് ഒറ്റയ്ക്ക്. നമ്മൾ സിനിമയുടെ ഭാഗമായിട്ട് ഗ്രൂപ്പായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്കൊന്നും ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഒന്നിവിടെ ഉണ്ട് എന്ന് അറിയുകയും വന്ന ഉടൻ തന്നെ എനിക്ക് ഒരു സമയം അനുവദിച്ചതിലും ഒത്തിരി നന്ദി കേട്ടോ. സന്തോഷം, ഒത്തിരി നന്ദി. ഈ പറഞ്ഞത് വലിയ സെലിബ്രിറ്റി ആട്ടോ. സെലിബ്രിറ്റി ആകുന്നത് ജനങ്ങൾ അംഗീകരിക്കണ്ടേ? അതാണ് പറഞ്ഞത്, ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങള് ഒരു നല്ലൊരു ബിസിനസ്സുകാരാണ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്. അത് തന്നെ പറഞ്ഞത്, സെലിബ്രിറ്റിയോടൊപ്പം ബിസിനസ്മാനും കൂടെയാണെന്ന് ഞാൻ പറഞ്ഞു. അതിലൂടെ തന്നെ സിനിമ എൻ്റെ ഒരു ഫാഷനാണ്. സിനിമ, അതെ, ഈ സിനിമയിലേക്ക് തന്നെ നമ്മൾ പോകുന്നത്. സിനിമ ചേട്ടൻ്റെ ഒരു ഫാഷനാണെന്ന് എനിക്കറിയാം. ഒത്തിരി സിനിമകൾ ചെയ്തു അല്ലേ? സിനിമകളിലാണ് ഒരു എൻജോയ് ചെയ്യുന്നത് അല്ലേ? ഇതിന് ഈ ഇടയ്ക്ക് ഞാൻ ലിസ്റ്റ് സ്റ്റീഫിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തു. ലിസ്റ്റ് സ്റ്റീഫൻ പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങാം. അപ്പം ഒരു തമിഴ് സിനിമകൾ ലിസ്റ്റും ചേട്ടൻ കൂടെയാണ് എടുക്കുന്നത്. അപ്പം ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചു, ലിസ്റ്റിനെ അത് നമുക്ക് കിട്ടിയില്ലോ, അത് ഗോപാലൻ ചേട്ടൻ്റെ അപ്പുറത്തേക്ക് മേടിക്കാനൊന്നും ഞാനായിട്ടില്ല എന്ന് പറഞ്ഞ് ലിസ്റ്റ് പറഞ്ഞ ഒരു മറുപടിയാണ്, ഗോപാലൻ ചേട്ടനാണ് ആ സിനിമ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത് എന്തൊക്കെ പറയാനുള്ളത്, അവൻ ഞാൻ എന്നാ സാധിക്കും ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷേ അവരെ പോലത്തെ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരാനാണ് എനിക്ക് താല്പര്യം. അദ്ദേഹത്തിന് നല്ലൊരു സിനിമ പ്രേമിയാന്നറിയാം. സിനിമയുടെ വ്യവസായത്തിൽ നല്ല ഒത്തിരി പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. പുതിയ പുതിയ സിനിമകൾ എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടാണ്. ഒരു എപ്പോ ഒരു മത്സര ബുദ്ധി ഉണ്ടാകുന്നല്ല, അത് ഹെൽത്തി മത്സരമായിരിക്കണം, ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം. അതുകൊണ്ട് അത് ആ രീതിയിലാണ് അവൻ എന്നാണ് ഞാൻ അറിയുന്നത്. എനിക്ക് അവൻ ചെറുപ്പക്കാരാണ്, ഞങ്ങളൊക്കെ പ്രായമായി, അവരൊക്കെ ചെറുപ്പക്കാരാണ്. അവര് വളർന്നു വരണം. അവർക്ക് ഞങ്ങൾ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സഹായങ്ങൾ തീർച്ചയായിട്ടും അവൻ എന്നോട് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ ചെയ്യുന്ന ആളാണ്. ഇഷ്ടമാണ് പുള്ളിക്ക്. അതെ, അങ്ങനെ അത്രയേ ഉള്ളൂ. അതല്ലാതെ ഞാൻ എടുത്ത് അങ്ങനെ എടുക്കുന്നത് ആരെയും ബുദ്ധിമുട്ടിക്കാൻ എടുക്കുന്നില്ല, മത്സരിക്കുന്നതല്ല. നല്ല സിനിമയാണെങ്കിൽ അത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഓക്കെ എന്ന് പറയും. ആരും ഇല്ലെങ്കിൽ ഞാൻ എടുക്കൂല എന്ന് ഞാൻ പറയാൻ പറ്റില്ല, എടുക്കും എന്ന് പറയും. നല്ലതാണെങ്കിൽ എനിക്ക് തോന്നണം നല്ലതാണ്, ഇത് ഒരു സൊസൈറ്റിക്ക് ഒരു സന്ദേശം കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അത് പുതിയ ജനറേഷന് ഒരു ആവേശം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അവർ കൂട്ടമായിട്ട് വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പടമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എടുക്കും. ഗോപാലൻ ഈ സിനിമകൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സിനിമകൾ സെലക്ട് എന്ന് പറഞ്ഞാൽ അത് വന്ന് അതിൻ്റെ പടം ഡിസ്ട്രിബ്യൂഷൻ ആണോ അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം നമുക്ക് കഥ കേട്ടാൽ അതിന്റെ ഒരു ആകത്തുക നമുക്കറിയും. പിന്നെ അതിന്റെ ഒരു പ്രോജക്റ്റ് എത്ര ഉണ്ടാകും നോക്കും. ആ പ്രോജക്റ്റിന് അത്ര കറക്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഞങ്ങൾ സിനിമ സെലക്ട് ചെയ്യുന്നത്. കാരണം ഒരു പലതരത്തിൽ ഇന്ന് വളരെ അധികം ആളുകൾ കഥ എഴുതി അതിൻ്റെ സമീപിക്കുന്നുണ്ട്. പക്ഷെ ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. കാരണം അതിലെല്ലാം മുത്തുകൾ ഉണ്ടാവും. നമുക്കിതെല്ലാം വായിച്ച് നോക്കി അവരെഴുതിയ കംപ്ലീറ്റ് നോക്കാനുള്ള സമയം എനിക്കുണ്ടാവില്ല. പക്ഷെ എന്നാലും ഒരു വിധത്തിലൊക്കെ നമ്മൾ അവിടെ ഇവിടെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു നല്ലൊരു കഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് എടുത്ത് എത്രയോ കഥകൾ അങ്ങനെ എടുത്ത് ഞാൻ പരാജയപ്പെട്ടാലും അല്ലെങ്കിൽ എൻ്റെ ഓടിയിട്ടില്ലെങ്കിലും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തു. അതൊരു ഭയങ്കര മനസ്സാണല്ലോ. മനസ്സെന്ന് പറഞ്ഞാൽ കാരണം ഞാൻ സിനിമ ഫീൽഡിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച സമയത്ത് എനിക്ക് പല പ്രത്യാശകളുണ്ടായിരുന്നു. അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ ആവേശം അവർക്കുണ്ടാവുമല്ലോ. തീർച്ചയായും ആ ആവേശത്തിന് അപ്പോൾ അതായത് ഞാൻ വളരെ ചെറുപ്പത്തിൽ ഈ സിനിമേനെ ആവശ്യപ്പെടുമ്പോൾ ഓരോരുത്തർ സമീപിക്കുമ്പോൾ അവർ പറയുന്ന മറുപടിക്ക്
ചിലപ്പോൾ എന്നോട് പോസിറ്റീവായി പറഞ്ഞാൽ എനിക്ക് വലിയ ബഹുമാനം അവരോട് തോന്നും. നെഗറ്റീവായിട്ട് പറഞ്ഞ അയ്യോ ഇദ്ദേഹത്തെ ഇങ്ങനെ പറഞ്ഞു എന്ന് തോന്നും. അപ്പോൾ ആ ഫീലിംഗ് എനിക്ക് ഇന്നും ഉണ്ട്. ആ ഫീലിങ്ങിലാണ് ഞാൻ ഇന്ന് അവരൊക്കെ മാക്സിമം സഹകരിക്കുന്നത്. ഒരാളെ കഥ കൊണ്ടുവന്നാൽ എനിക്ക് വേണ്ട, എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറയാറില്ല. മാക്സിമം നോക്കാം കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് 1 കൊല്ലം 1.5 കൊല്ലം എഴുതിയ കഥയായിരിക്കും. അത് വലിയൊരു ഒരു കാര്യമാണെന്ന് വെച്ചിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. അവർ നമ്മൾ ഒരു നിമിഷം കൊണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് അത് വായിച്ച് നോക്കിയിട്ട് ചിലപ്പോൾ അതിൽ സത്തുകൾ ഉണ്ടാവും. വലിയൊരു പടമായിട്ട് മാറ്റാം. പല പുതിയ പടങ്ങൾ ഇപ്പോൾ എത്ര നന്നായിട്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഓർത്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ചെറുപ്പക്കാരെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പുതിയതായി ഈ ഫീൽഡ് വരുന്ന ആൾക്കാരെ ഞാൻ പ്രോത്സാഹനം കൊടുക്കും. അതൊരു നല്ല മനസ്സ് തന്നെ പറഞ്ഞതൊരു സാധനം. അതിനകത്ത് മുത്തുകൾ ഉണ്ടാവും. ആ കഥയ്ക്ക് ആ മുത്തുകളെല്ലാം നമ്മൾ കോർത്താൽ വലിയൊരു മുത്തുമാലയാക്കാം അല്ലേ? അത് തന്നെയാണ് ആ മനസ്സ്. ആ മുത്തുകള് നമ്മളെ കണ്ടുപിടിക്കാനുള്ള ചില സമയം നമുക്ക് സമയം. അത് ഞാൻ എൻ്റെ കൃഷ്ണമൂർത്തി എൻ്റെ കൂടെയുള്ള പുള്ളിക്കാരോട് വായിച്ചു നോക്കാൻ പറയും. വായിച്ചു നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അവനും കൂടി സപ്പോർട്ട് ചെയ്താൽ. കാരണം 24 മണിക്കൂറും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതാണ് ഞാനത് ചോദിച്ചു വന്നപ്പോഴാ. എല്ലാ മേഖലയിലും ഒത്തിരി ബിസിനസ് ഉണ്ട്. അതായത് മേഖലകളിൽ പ്രാവീണ്യം നേടിയ ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ ഒരു കാര്യം. അതെ, എല്ലാ മേഖലയും എല്ലാ ബിസിനസ്സും നടക്കുന്നുണ്ട്. ഒന്നും ഇല്ലാത്തില്ല. സിനിമയിലേക്ക് വരുമ്പം കൃഷ്ണമൂർത്തി ചേട്ടനാണ്. അതെ, അങ്ങനെ ഓരോരുത്തരും 1 2 ആൾക്കാർ, പ്രത്യേകിച്ചും കൃഷ്ണമൂർത്തിയാണ് അതിപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ കൂടെ വന്നത്. അപ്പം അതിൻ്റെ മുമ്പേ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കൃഷ്ണമൂർത്തി ഇപ്പം കുറച്ച് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുള്ള ആളാണ്. അതുകൊണ്ടാണ് കൃഷ്ണമൂർത്തിക്ക് ഞാൻ അല്ല, നമ്മളൊക്കെ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആദ്യം വിളിക്കുന്നത് കൃഷ്ണമൂർത്തി ചേട്ടനെ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം ആ സിനിമ ഏതാണ്, നമുക്ക് അറിയാൻ പറ്റുന്നത്. അദ്ദേഹത്തെ വിളിച്ചാൽ അറിയാം. അവൻ സെലക്ട് ചെയ്ത് എൻ്റെ അടുത്ത് തരും. ഞാൻ അത് സെലക്ട് ചെയ്താലും ഞാൻ നോക്കിയിട്ട് അത് നമുക്കെല്ലാം കാര്യം ശരിയാണെങ്കിൽ ഓക്കെ പറയും. അങ്ങനെയാണ് ഓരോ സിനിമകൾ എടുക്കുന്നത്. സെലക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ 1000 പേര് ഒരു ജോലിക്ക് വരുമ്പോൾ അത് പിന്നെ ആദ്യം അതിൻ്റെ ഓണർക്ക് നോക്കാൻ പറ്റില്ല. അത് സെലക്ട് ചെയ്തുള്ള ആൾക്കാർ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. എക്സാം അങ്ങനെയാണല്ലോ, അതിൽ എത്ര മാർക്ക് ഉണ്ട് നോക്കിയിട്ടാണല്ലോ അവനെ പാസ്സാക്കുന്നു, ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ്. അതേമാതിരി ഈ കാര്യത്തിൽ ഒരു സെലക്ഷന് വേണ്ടി ഒരു വിശ്വാസതയും കൂടെ ആണല്ലോ നമുക്ക്. അതെ, നമുക്കൊരു വിശ്വാസം കൂടെ വേണം. വിശ്വാസം വേണം. അവനതിന് കഴിവുണ്ട്, പ്രാപ്തി ഉണ്ടെന്ന് കണ്ടല്ലേ എടുക്കാൻ പറ്റും. ഒരു എഞ്ചിനീയർ ഒരു ബിൽഡിംഗ് വീട് കെട്ടുന്ന അല്ലെങ്കിൽ ബിൽഡിംഗ് കെട്ടുമ്പോൾ അതിന് ആ ബിൽഡിംഗ് നല്ല രീതിയിൽ കെട്ടി അവൻ നല്ല രീതിയിൽ ആ ബിൽഡിംഗ് കെട്ടി തീർക്കാനുള്ള കഴിവുള്ള എഞ്ചിനീയർക്കല്ലേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ സിനിമ പ്രൊഡക്ഷനിലേക്കാണ് നമ്മൾ സിനിമ അന്യ സംസ്ഥാന സിനിമകൾ എടുക്കുന്നുണ്ടല്ലോ നമ്മൾ. ഇന്ത്യൻ സിനിമ ഇപ്പം തന്നെ ഇന്ത്യയിൽ ഞാൻ സിനിമ എടുക്കാൻ പോവാണ്. മനസ്സിലായില്ല? അത് നോർത്ത് ഇന്ത്യയിലെ കുറെ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് കൂടി നമ്മളെ പിന്നെ ഒരു ചെറുപ്പക്കാരൻ, ഒരു IAS കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻഷിപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഞങ്ങൾ ഹിന്ദി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിജയ് വെച്ചൊരു സിനിമ ചെയ്യാന്ന് പറഞ്ഞു. അല്ലല്ല, അതല്ല, ഇത് വേറെ. വിജയ് വെച്ചൊരു സിനിമ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇങ്ങനെ കേട്ടു. വിജയ് തമിഴില് ഒരു സിനിമ, വലിയ സിനിമ ചെയ്യാനുള്ള ഒരു പ്ലാൻ. അത് പ്ലാൻ ഉണ്ട്, അങ്ങനെ പ്ലാനിങ് ഇല്ലേ? അത് ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹം എന്നിട്ട് അത് സമയം വരുമ്പോൾ, കാരണം വിജയന്റെ ഒരു സിനിമ എടുക്കുന്നത് സാധാരണ ഒരു ചെറിയ സിനിമ എടുക്കാൻ പറ്റില്ല. അതെ, ഏതിനും ഒരു പ്രതീക്ഷ നല്ലതാണ്. നമ്മൾ ഇത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും പറ്റില്ല എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അതാണ് കാര്യം. മനുഷ്യന്, ഞാൻ മനസ്സിലെടുത്തിടത്തോളം, ഒരു മനുഷ്യന് ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അവൻ്റെ ചിന്ത ശരിയാണെങ്കിൽ അവൻ്റെ നന്മയായ പ്രവർത്തനത്തിൽ കൂടി ഏത് കാര്യം ഓർത്തു കഴിഞ്ഞാലും അവന് വിജയിക്കാൻ സാധിക്കും. ഉറപ്പാണ്. തിന്മ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവൻ ജയിക്കില്ല, തീർച്ചയായും ചെയ്യില്ല. പക്ഷെ നന്മയോടുകൂടി അവനാൽ സാധിക്കുന്ന കാര്യം അത് ഒരു തീരുമാനം എടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ അവന് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ല, ആ ഒരു പഠനമാണല്ലോ ഇവിടം വരെ എത്തിയിരിക്കുന്നത് അല്ലേ? എവിടെ അങ്ങനെയൊന്നും ഞാൻ എത്തിയിട്ടില്ല. പക്ഷെ ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ യാത്രയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. നമ്മള് ഒന്നും പിന്നെ ഇതുവരെ അനീതിയായിട്ട് ഒരു കാര്യം നമ്മൾ ഏൺ ചെയ്തിട്ടില്ല. എല്ലാം സത്യസന്ധമായിട്ടാണ്. അപ്പം സത്യസന്ധമായി ചെയ്യുമ്പോൾ ടാക്സ് ഒക്കെ കാട്ടി അതിൻ്റെ ഇൻകം ടാക്സ് കാര്യങ്ങളും മറ്റൊക്കെ ശരിക്കും കെട്ടി മുന്നോട്ട് വരുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. നമുക്ക് വരുമാനത്തിനനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റൂ. പിന്നെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളെ സന്തോഷപ്പെടുത്തിയിട്ട് മാത്രമേ എനിക്ക് വേറൊരു ബിസിനസ് ചെയ്യാൻ പറ്റൂ. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ നോക്കി ചെയ്തിട്ട് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് പാട് തന്നെയാണ്. എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ട് അത് നടക്കും, പ്രവർത്തിച്ചാൽ നടക്കും.
പറഞ്ഞ അന്യ സംസ്ഥാന സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നുണ്ടല്ലോ, അതെ അപ്പൊ പൈസ കൊടുത്തിട്ടാണ് എടുക്കുന്നത് നമ്മൾ. ഡിസ്ട്രിബ്യൂഷൻ നല്ല അതെ, അതെ, ഭീകര പൈസ അതെ, കൊടുത്തിട്ടാണ് അതെ. എടുക്കുന്നത്. അപ്പൊ അതിവിടെ വിജയിക്കുമെന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചാണ് എടുക്കുന്നത്. അത് അനുഭവങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു കുട്ടി എല്ലാ പരീക്ഷയ്ക്കും 55 മാർക്ക് 90 മാർക്ക് വാങ്ങിക്കുമ്പോൾ ഈ ഇതിൽ 25 പോലെ നമുക്കറിയാലോ. അതെ അതെ, മനസ്സിലായില്ല. അപ്പൊ ആ ഏവറേജ് അവരുടെ ഉണ്ടാവും, ആ കഴിവ് എപ്പോൾ ഉണ്ടാവും. ആ കഴിവുള്ള ആളുകളിൽ നിന്ന് മാത്രമേ നമ്മൾ അങ്ങനെ എടുക്കാറുള്ളൂ. എടുക്കണ്ട എന്ന് തോന്നിയ സിനിമകളോ എടുത്തിട്ടുണ്ടോ? എത്രയോ പേരുണ്ട്, എത്രയോ സിനിമകളുണ്ട്, എത്രയോ സിനിമകൾ അത് വേണ്ട എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അത് ഏത് സിനിമ ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ പല സിനിമകൾ ഞാൻ എടുക്കാണ്ടിരിക്കുന്നുണ്ട്. അത് പല സിനിമകൾ എൻ്റെ ഏറ്റവും സുഹൃത്തുക്കളുള്ള സിനിമകൾ ചിലപ്പോൾ ഞാൻ എടുത്തില്ല എന്ന് വരും. അതിൻ്റെ സന്ദേശങ്ങളില്ലാത്തതുകൊണ്ടാണ്. സന്ദേശം തെറ്റായ ഒരു സന്ദേശം അതിലുണ്ട് എന്ന് തോന്നിയുകൊണ്ട് പല സിനിമകളും ഞാൻ എടുക്കാറില്ല. നമ്മൾ എടുക്കണമെന്ന് തോന്നിയിട്ട് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച സിനിമയുണ്ട്, പിന്നീട് ആ സിനിമ വിജയിച്ച അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എടുക്കണം, ഞാൻ പ്രൊഡക്ഷൻ ചെയ്യണമെന്നുള്ള സിനിമ വലിയ വലിയ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവരെടുത്ത് അത് പരാജയപ്പെട്ട ചരിത്രം ഞാൻ കണ്ടത്. അങ്ങനെയാണ് കണ്ടത്. തീർച്ചയായും അത് ഇന്ന ആളാന്ന് ഞാൻ പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയാണ് എൻ്റെ അനുഭവം കണ്ടത്. ഇത് കാണുന്നവർക്ക് മനസ്സിലാവും എന്റെ കാര്യത്തിലായിരിക്കും പറഞ്ഞത്. അതെ അതെ, എനിക്ക് ഉള്ളുകൊണ്ട് മനസ്സിലായി, ഞാനും പറയുന്നില്ല എന്നുള്ളൂ. സിനിമ മേഖലയിൽ നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞതുപോലെ അങ്ങനെ വന്ന സിനിമകൾ പോകുന്നു, നമുക്ക് മെസ്സേജുകളില്ല, സമൂഹത്തിൽ നല്ലത് പറയുന്ന ഒരു സിനിമകൾക്ക് മാത്രമാണ് ഗോപാലൻ ചേട്ടൻ എപ്പോഴും കൈ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കി. ചില സിനിമകൾ ഇപ്പം നിലവിൽ ചില സിനിമകൾ പലതും അത്ര സന്ദേശമില്ലാത്ത സിനിമകളൊക്കെ വരുമ്പോൾ ഗോപാലൻ ചേട്ടൻ മനസ്സിൽ എന്താ തോന്നുന്നത്? അത്തരം സിനിമ നല്ല സിനിമ ആയിരിക്കണം എടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമയെല്ലാം നല്ല ഇതുവരെ ചരിത്രപരമായ കഥകളും സന്ദേശമുള്ള സിനിമകളാണ് ഞാൻ എടുക്കാത്ത സിനിമ അങ്ങനെ മോശമായ സിനിമ ഞാൻ എടുക്കാറില്ല. പിന്നെ രണ്ടാമത് പിന്നെ ഈ പ്രചരണത്തിന് എടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതെ എടുക്കും. കാണാതെ ചില സിനിമ ഒന്നും അവർ കാണിക്കില്ല. ഇപ്പം ഞങ്ങൾക്ക് 90 മാർക്ക് ഇതുവരെ കിട്ടിയ ആളാണ്, അപ്പം ഞങ്ങൾക്ക് 95 ഇതിൽ കിട്ടും എന്നുള്ള രീതിയിൽ അവരെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഞാനത് വിശ്വസിച്ചെടുക്കും. അങ്ങനെയാണ് എടുക്കുന്നത്. അത് പരാജയപ്പെട്ടിട്ടുണ്ടോ? അത് പരാജയപ്പെട്ടു. അങ്ങനെയുള്ള വിശ്വാസം എടുത്ത് ഇതുവരെ പരാജയപ്പെട്ടു. നന്നായിട്ട് പോകും. ഈ ജയിലർ എന്നുള്ള സിനിമയൊക്കെ എനിക്ക് നല്ല ഒരു വിജയം ഉണ്ടായത്. സൂപ്പർ വിജയം. അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം പിന്നെ രജനീകാന്തുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ ആ കാര്യത്തിൽ സാധിച്ചു. കേരളത്തിൽ ഞങ്ങൾ വളരെ നല്ല രീതിയിലായിരുന്നു ആ കാര്യങ്ങൾ എല്ലാം ചെയ്തത്. അത് നല്ല ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ തമിഴ് സിനിമകൾ ഇങ്ങോട്ട് കൊണ്ടുവരും തോറും ഇപ്പൊ പറഞ്ഞ പോലെ രജനീകാന്തുമായിട്ട് നല്ല ബന്ധം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തമിഴും മലയാളവും ഒരു വ്യത്യാസമൊന്നുമില്ല. ഇന്നലെ ഇവിടെ ജയൻ രവി ഇവിടെ വന്നിരുന്നല്ലോ. അവരെല്ലാം തമിഴിലാണ് ചോദിക്കുന്നത്. തമിഴിലാണ് ഇവിടുത്തെ പത്രക്കാരൊക്കെ ചോദിക്കുന്നത് തമിഴിലാണ്. അപ്പൊ അത്ര ഇമ്പ്രൂവ് ആയി. പിന്നെ ഏത് മലയാളം സിനിമ കണ്ടാലും തമിഴ് സിനിമ കണ്ടാലും ഒരേ ഫീലിംഗ് അവർക്കുള്ളത്. അപ്പൊ അത്രയും തമിഴുകൾ മലയാളികൾക്ക് ഈ ഭാഷ പെട്ടെന്ന് മനസ്സിലാക്കി. കലയിൽ ഭാഷയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് ഏറ്റവും വലിയ ക്വാളിറ്റി എന്നതാണ് മലയാളികൾക്ക്. അവർ ഏത് അവസരത്തിൽ ഏത് ഭാഷയിലായിക്കോട്ടെ ഏത് സംസ്കാരത്തിലായിക്കോട്ടെ അവർ ഉടനെ അരിഞ്ഞു ചേരുക. അതതിൻ്റെ ക്വാളിറ്റി. മലയാളികൾക്ക് അങ്ങനെ കൊണ്ട് കുറച്ചൊക്കെ ദോഷവശങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു പ്രവാസി മലയാളി എന്ന രീതിയിൽ, അതായത് ഞാൻ അന്യനാട്ടിലാണ് ജീവിക്കുന്നത്. ഇപ്പം കേരളത്തിൽ വന്നാണ്ട് എല്ലാ മലയാളികളും അങ്ങനെയാണ്. അന്യനാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടാണ് കൂടുതൽ ഇങ്ങോട്ട് വരാറുള്ളത് അധികം ആൾക്കാരും. ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാ പ്രസ്ഥാനങ്ങളും ഉയർത്തിയ ആൾക്കാരെല്ലാം അല്ലെങ്കിൽ പ്രവാസി മലയാളികളായിരിക്കും, അല്ലെങ്കിൽ മലയാളികളായിരിക്കും. ഇവിടെ നിന്ന് തന്നെ ഒരു ഫാക്ടറി ഉണ്ടാക്കിയിട്ട് വളരെ ചുരുക്കം ആളുകളാണ് ഞാൻ കാണുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു പ്രവാസിയായിട്ടൊരു ബന്ധം ഉണ്ടാവും, അല്ല അവരായിട്ട് അവരുടെ ഫാമിലി കണക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊസിഷൻ വരുമ്പോൾ മലയാളി അതിൻ്റെതായ ഒരു വ്യക്തിത്വം പുലർത്തുന്ന ഒരാളുകളാണ്. അതാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ എല്ലാ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ചിട്ടിയാണെങ്കിലും ഗോൾഡ് ബിസിനസ് ആണെങ്കിലും ഒപ്റ്റിക്കൽ ബിസിനസ് ആണെങ്കിലും എല്ലാ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഏറ്റവും തൃപ്തി നൽകുന്ന ബിസിനസ് ഏതാ? തൃപ്തി നൽകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാഷൻ തൃപ്തി. നമ്മൾ നഷ്ടമുണ്ടെങ്കിലും നിങ്ങളൊരു നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ജോലി ചെയ്താലും ഒരു എൻ്റർടൈൻമെൻ്റ് ഒരു സുഖം ഉണ്ടാവും. അതെ അതെ അതെ. ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടിയാണത്. അതിൻ്റെ സുഖം വേറെ, ഈ സുഖം വേറെ. അപ്പം സിനിമ എന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആണ്. ഞങ്ങളിപ്പോൾ അത് ബിസിനസ്സും കൂടി ചേർത്ത് ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ നമുക്ക് ഇത്രയാലും ഉണ്ടാവും. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളെ ഒരു സിനിമ നല്ലൊരു സിനിമ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകും. ഒരു 3 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ഇടവിടാതെ ഒന്ന് ശ്രദ്ധിക്കാനേ പറ്റില്ല. ആ 3 മണിക്കൂർ അതിൽ തന്നെ നമ്മൾ കോൺസെൻട്രേഷൻ ഉണ്ടാക്കുന്ന സിനിമയാണ് ഏറ്റവും നല്ല സിനിമ.
അതിലാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഈ ബിസിനസ് മേഖലയിൽ ഏറ്റവും ഞാൻ നേരത്തെ ചോദിച്ച ബിസിനസ് മേഖലയിൽ പല ബിസിനസ് ഉണ്ടല്ലോ, ഇതിലെല്ലാത്തിനും സമയം കണ്ടെത്തണല്ലോ. ഇപ്പം പുതിയൊരു ബിസിനസ്, ഇപ്പം ഒരു പുതിയ ബിസിനസ് ഇപ്പൊ തുടങ്ങാൻ തീരുമാനിക്കുകയാണ്, അതിന്റെ റൂട്ടുകൾ മൊത്തം പഠിക്കണമല്ലോ. പഠിച്ചിട്ട് കുറെ കാശ് ഉണ്ടാക്കിയിട്ട് ബാങ്കിൽ ഇട്ടിട്ട് ഞാനാണ് ഏറ്റവും വലിയ പണക്കാരെന്ന് പറയുന്നേക്കാളും നല്ലത്. അത് എന്തെങ്കിലും നമുക്ക് അറിയുന്ന സാങ്കേതികമായ അറിവുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കച്ചവടം അറിയുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ വേറെ സിനിമ എടുക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ റീഡിങ്ങിൽ പിന്നെ എഴുതാൻ കഴിവുള്ള ആൾക്കാർ, എന്തെങ്കിലും ഓരോരുത്തർക്കും ന്യൂനത. എല്ലാത്തിൻ്റെ അച്ചുതണ്ട് ഫൈനാൻസാണ്. അതെ അതെ. ഇപ്പം ഫിനാൻസിൻ്റെ ആൾക്കാരെ സമീപിക്കുക എന്നുള്ളത് അത് ഒരു ഇതാണല്ലോ, ഒരു കൾച്ചർ തന്നെയാണല്ലോ. അതിന് അപ്പോൾ അങ്ങനെ ആരെങ്കിലും കഴിവുള്ള ആൾ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കഴിവുകളും ഇതെല്ലാം നോക്കിയിട്ട് അവന് ഒരു വിലയിരുത്തും. ഇത്ര അവന് ഏതെല്ലാം രീതിയിൽ അവൻ പ്രവർത്തിക്കുന്ന ആളാണോ മടിയനാണോ എന്നൊക്കെ നോക്കി പല പ്രാവശ്യം ഒരു ചെക്കിങ് ഒക്കെ ഒരു 2-3 മാസം അവരെ നടത്തിയിട്ട് അവൻ്റെ കഴിവുകൾ മനസ്സിലാക്കിയാൽ അവൻ ആ ബിസിനസ് ഞങ്ങൾ ഒരു ഫൈനാൻസ് ഞങ്ങൾ കൊടുക്കും. അത് ഫൈനാൻസ് വെച്ചാൽ ഒരു 50% ആക്കിയിട്ട് അവന് കൊടുത്തിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അത് ലേശം നെഗറ്റീവായിട്ട് കണ്ടാൽ അന്നേരം കട്ട് ചെയ്യും. അത് കട്ട് ചെയ്യും. പിന്നെ അങ്ങനെ അതുകൊണ്ട് ഞാൻ കഴിവുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്നാൽ ഏത് തൊഴിലാണ് ഏത് ബിസിനസ്സിലാണ് കൂടുതൽ കഴിവുള്ളത് അവന് വന്നു കഴിഞ്ഞാൽ എല്ലാം എൻ്റെ അടുത്ത് ചേർക്കാൻ പറ്റും, എൻ്റെ അടുത്ത് ചേർക്കും. അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് തനിയായിട്ട് ഇതിട്ട് തനിയെ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അതാണ് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നതല്ലേ, കൃത്യമായി സെലക്ട് ചെയ്തിട്ട്. ഇവിടെ എത്രയോ കുട്ടികൾ ജോലിയില്ലാതെ കിടക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകും. കാര്യത്തിൽ ഇവിടെ എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. എല്ലാം ഇന്ന് പുറത്തേ പോകേണ്ട കാര്യമില്ല, അത്രയും സാഹചര്യം. പക്ഷേ ഇവിടുത്തെ ആ സാഹചര്യങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നാണ്. കാരണം ഇവിടെ നിന്ന് പരിശ്രമിച്ചാൽ 10 രൂപ കിട്ടുമ്പോൾ ഫോറിൻ കൺട്രീസ് പോയാൽ 25 കിട്ടും. അപ്പോൾ എല്ലാം ഫോറിനിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടുത്തെ ബുദ്ധി പിന്നെ മാത്രമല്ല, ഇവിടെ ഏറ്റവും നല്ല പഠിച്ച് സാഹിത്യന്മാരും ഡോക്ടർമാരെല്ലാം തന്നെ ഇവിടെ നിന്ന് കിട്ടുമ്പോൾ 30,000-40,000 രൂപ ശമ്പളം കിട്ടുമ്പോൾ മറ്റിടത്തിൽ 2 ലക്ഷം 3 ലക്ഷം കിട്ടും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ്. അതുകൊണ്ട് എന്തായെന്നറിയോ, ബുദ്ധിമുട്ടലും മുഴുവനും നമ്മൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് ശമ്പളം കൊടുത്ത് നിർത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല. പക്ഷേ ഞാൻ ഇന്ന് ഇന്ത്യനെ പോലെ ഏറ്റവും സമ്പൂർണ്ണമായ ഒരു രാജ്യം വേറൊന്നുമില്ല. തടസ്സങ്ങൾ എങ്ങനെയാണ് മാറ്റുന്നത്? തടസ്സങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് മാറ്റുന്നത്? തടസ്സങ്ങൾ നമ്മൾ എന്തും ഒരു കുട്ടി പിന്നെ ബഹളം ഉണ്ടാക്കുമ്പോൾ ആ കുട്ടി ബഹളം ഉണ്ടാക്കുമ്പോൾ അത് ഞാൻ അതിൻ്റെ വഴി പറയുന്നത്, ആ കുട്ടി ബഹളം ഉണ്ടാക്കുമ്പോൾ ഞാൻ പോയി അടിച്ചു കഴിഞ്ഞാൽ തടസ്സം തീരുമില്ല. പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കും. അവനോട് എന്താ മോനെ വേണ്ടത്, ഇൻ്റെടാ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവന് സ്നേഹത്തോട്, അല്ല അവൻ കരയുമ്പോൾ നമ്മളും കരഞ്ഞാൽ എന്താണ് ഇവന് കരയുന്നത് വിചാരിക്കും. മനസ്സിലായി. അവൻ കരയുമ്പോൾ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അല്ലെ അവൻ്റെ ഫീലിങ്ങിന് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടി സൈക്കോളജിക്കലായിട്ട് ഇങ്ങനെ നോക്കും, ഓരോ മുഖത്ത് നോക്കും, ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കില്ല. മുഖത്ത് നോക്കുമ്പോൾ എന്താ ഇവൻ കരയുന്നത് നോക്കും, അവനങ്ങ് നിന്നു. അപ്പോൾ അവൻ്റെ പിന്നെ നിന്ന് കഴിഞ്ഞാൽ അവനോട് ടാക്ടിക്കായിട്ട് ഒരു മുട്ടായി അവൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവന് കൊടുത്ത് അവനെ നമ്മൾ മാറ്റുക. ഇതാണ് ഏറ്റവും നല്ല വഴി. അതിപ്പോൾ ഒരാളെ അടിക്കാൻ വരുന്ന ആളോട് നമുക്ക് പറയാം എന്താ നമ്മുടെ പ്രശ്നം, എന്ത് കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യുന്നതും രണ്ടാമത്തെ കാര്യം. പക്ഷെ ആദ്യം അവൻ വരുന്ന ശക്തിയിൽ ഒന്ന് കുറപ്പിക്കുക. അതായത് അതാ പറയും ഓടുന്ന ബസ്സിൽ ഓടിക്കയറണം എന്ന് പറയും. ഓടുന്ന ബസ്സിൽ നമ്മൾ മുമ്പിൽ നിന്നിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തട്ടി നമ്മളെ കേട്ടിട്ട്. പക്ഷെ ഓടുന്ന ബസ്സിൽ മെല്ലെ ഓടി അതിൽ കയറി കഴിഞ്ഞാൽ ആ ഡ്രൈവിംഗ് സീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. മനസ്സിലായി എങ്ങനെ ചെയ്യാം. അപ്പം ഓടുന്ന ബസ് ഓടിക്കയറുന്ന അതിൻ്റെ ആ വേഗതയിൽ നമ്മൾ അവരുടെ കൂടെ തന്നെ പോവുകയാണ്. ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ചെറിയ കാര്യങ്ങൾ. നമ്മൾ ഓരോ ചോദിക്കുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ കേരളത്തിനെ പറ്റി കുറ്റം പറയുന്ന സമയത്ത് കേരളത്തിൽ എങ്ങനെ നമുക്ക് ബന്ധപ്പെടുവാൻ സാധിക്കും എന്നാണ് നോക്കേണ്ടത്. മനസ്സിലായി. അത് ഏത് രീതി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ചെയ്താൽ ജീവിക്കാൻ നല്ല സാഹചര്യം. പക്ഷെ അധ്വാനിക്കണം. ചെയ്യാൻ പറ്റില്ല. ഫോറിനെല്ലാം പോയിട്ട് ചിലപ്പോൾ വലിയ പ്രതീക്ഷിക്കും. എത്രയോ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുടെ ലേബേഴ്സ് എല്ലാം അവിടെ അത്ര സുഖമുള്ള കാര്യമൊന്നുമില്ല. നല്ലോണം കഷ്ടപ്പെട്ടാലേ അവിടെയും കിട്ടും. അപ്പോൾ നമ്മൾ അധ്വാനിക്കാനുള്ള നല്ല മനസ്സുണ്ടാവുക, നമ്മൾ പഠിച്ച് ആ കാര്യം സമഗ്രമായി പഠിച്ചിട്ട് അത് ചെയ്യാനുള്ള മനസ്സുണ്ടാവുക, ആത്മാർത്ഥമായി പണിയെടുക്കുക, തീർച്ചയായിട്ടും വിജയിക്കണം. ശത്രുക്കളില്ലേ? ശത്രുക്കൾ നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പം എല്ലാം ശത്രുക്കൾ, നമുക്ക് ജലസ് തള്ളിയ ആൾക്കാരാണ്. അപ്പോൾ ശത്രുക്കളായിട്ട് നമ്മൾ ഒരാളെ മാത്രമേ എൻ്റെ മുമ്പിൽ ശത്രുക്കളായിട്ട് കാണുന്നത്.
അത് അത് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ്. ഉം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ഭക്തനാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളെ അതായത് മോശമാക്കിക്കല്ല, അല്ലെങ്കിൽ ആ ദർശനങ്ങളെ മാറ്റി അതിന് ആ ദർശനങ്ങളെ സമൂഹത്തിൽ കൊണ്ടുവരേണ്ട ആൾ, ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെ അത് നിഷേധിക്കുമ്പോൾ, അത് നിഷേധിച്ച് വേറെ ഒന്ന് അതിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഞാൻ ഗുരുവിശ്വാസി ആയതുകൊണ്ടാണ്. കാരണം എല്ലാ ജാതിയും മതങ്ങളും എല്ലാം ഒന്ന്, അതായത് മതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ഗുരുദേവൻ പറഞ്ഞിരിക്കുകയാണ്. മതം ജാതി ചോദിക്കരുത് പറയുന്ന, ജാതി വേണ്ടെന്നോ മതം വേണ്ടെന്നോ പറഞ്ഞില്ല, ചോദിക്കരുത്. മതം എന്നത് മനുഷ്യത്വമാണ്. മതം എന്നത് മനുഷ്യത്വമാണ്. ജാതി എന്ന മനുഷ്യജാതിയാണ്. ഇതിൽ വ്യത്യാസമില്ല. ഗുരു അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 100 ബിസിനസ് ഉള്ള അടുത്ത് പോകുന്നു, ഒരു മീറ്റിങ്ങിൽ പോകുന്നു, എത്ര ആൾക്കാരുണ്ട്, അവരേത് മതവും ജാതി എന്നിട്ട് നമ്മളെ പോകുന്നത്. നമ്മൾ ഒരാൾ റോഡ് മേലെ വീഴുമ്പോൾ അത് കീഴുമ്പോൾ ഇനി മതവും ജാതിയും നോക്കുന്നത് അതല്ല. അപ്പം നമുക്ക് ശരിക്കും മനസ്സിലായാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഏത് ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അതിനടിസ്ഥാനപ്പെടുത്തിയല്ല ജീവിക്കുന്നത്. സ്നേഹമാണ് ഏറ്റവും കാര്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു സഹോദരനാണ് നിങ്ങളെല്ലാം തോന്നിക്കഴിഞ്ഞാൽ അത് ഏത് ആൾ കണ്ടാലും നമുക്ക് സഹോദരന്മാരും. ഇപ്പോൾ അകലയിൽ വന്നപ്പോൾ എൻ്റെ ഒരു സ്വന്തം സഹോദരനായിട്ട് സ്നേഹിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സഹോദരൻ തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. ഇന്ന് നബിദിനത്തിൻ്റെ പിറ്റേ ദിവസമാണ്. ഒരു സഹോദര്യത്തിൻ്റെ ഏറ്റവും പാഠം പഠിപ്പിച്ചെന്ന് ഒരു പ്രവാചകനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഏത് വാക്കുകൾ, ഇതിപ്പം മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും പ്രവാചകന്മാരൊക്കെ സന്ദേശം ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അതായത് മനുഷ്യത്വം, എല്ലാവരും ഒന്നെന്നുള്ള മാത്രമേ ഉള്ളൂ, എല്ലാവരും സ്നേഹിക്കുക എന്നാണ്. ഒരു മതം അവർ ഒരു ഘടനാറ്റെടുത്താൽ ഇന്ന രീതിയിലുള്ള മതമാണ് ഞങ്ങൾ, ആ മതത്തിന് നിങ്ങൾ ചേരുക. മറ്റുള്ളൊരു മതം മോശമാണെന്ന് ഒരു കാലത്ത് ഒരു മതവും പറയില്ല. എൻ്റെ മതം നല്ലതെന്ന് പറയും എന്നല്ലാതെ മതത്തിൻ്റെ കാര്യം പറയുന്നത് അങ്ങനെയാണ് പറയുന്നത്. അതായത് അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്, നമ്മളൊക്കെ പഠിപ്പിച്ചു. അവിടെ മാത്രമേ ഈ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ പാത പിന്തുടർന്ന് പോകുന്നു, ആ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവിടെ മാത്രമേ ശത്രുക്കളുള്ളൂ. അവിടെ മാത്രം ശത്രുക്കളുണ്ടാകും. കാരണം അത് ശത്രു എന്നല്ല, അദ്ദേഹത്തെ അവർക്ക് വരുന്ന നഷ്ടങ്ങൾ, അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട, അതായത് സമൂഹത്തിന് കിട്ടേണ്ട പൈസ ഒരാളത് വലിച്ചെടുത്ത് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തോട് ഉപയോഗിക്കുമ്പോൾ അത് ഒരു അനീതിയാണത്. ഒരു സമൂഹത്തോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഒത്തിരി ചോദിച്ചിട്ടുണ്ട്. ഞാൻ എത്രയോ ചോദിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ശത്രു അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ ഞാൻ ശത്രുതാക്കിയിട്ടുണ്ടല്ലാതെ ഞാൻ എൻ്റെ ബിസിനസ്സുകാരുമായിട്ട് മറ്റൊരു തരത്തിൽ ആരോടും അല്ല. അതാണ് അതിന്റെ കൃത്യമായിട്ട് പറയുന്നത്. ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോൾ എന്താ ചെയ്യുന്നത്? സന്തോഷം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? സന്തോഷം വരും. അപ്പൊ എന്താണ് സാധാരണ ചെയ്യുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും സന്തോഷിപ്പിക്കാൻ വേണ്ടി, എല്ലാവരും സ്നേഹം എനിക്ക് പറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിന്തിക്കും. ദുഃഖം വരുമ്പോൾ എന്നെക്കാളും കൂടുതൽ ദുഃഖിക്കുന്ന എത്ര പേരുണ്ട്, എത്രയോ ദുഃഖം നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ദുഃഖം ഓർത്താൽ എനിക്ക് എൻ്റെ ദുഃഖം ഒന്നുമല്ല എനിക്ക് മനസ്സിലാക്കി. അതാണ് ദുഃഖം വരുമ്പോൾ നമ്മൾ അങ്ങനെ ദുഃഖത്തെ നമ്മൾ കണക്കിലെടുക്കാം. ദുഃഖത്തെ നമ്മളിത് പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യമായിട്ട് നമ്മൾ കണക്കാം. ദുഃഖം മരണമല്ലേ. ഏറ്റവും എൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ ഏറ്റവും ദുഃഖം. പക്ഷെ എത്രയോ പിള്ളേർ മരണപ്പെട്ടിട്ടുണ്ട്, എത്രയോ അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ദുഃഖം ഒരു പ്രപഞ്ച സത്യമാണെന്ന് കണക്കി നമ്മളത് മാറ്റുക. അത് ആ ദുഃഖം ടെൻഷൻ എടുത്തിട്ട് ഒരു കാര്യമില്ല. ഏറ്റവും വലിയ ദുഃഖം ഉണ്ടായത് മകൻ നഷ്ടപ്പെട്ടപ്പോഴാണ് ഏറ്റവും വലിയൊരു ദുഃഖം അത് തന്നെയായിരുന്നു. കാരണം നമുക്കത് സഹിക്കാൻ പറ്റാത്ത ദുഃഖമാണ്. ജീവിതം മുഴുവനും നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മളെ ജീവിതം മുഴുവനും ആ ദുഃഖം ഇങ്ങനെ നിൽക്കും. പക്ഷെ ആ ദുഃഖത്തെ ഓർത്തിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നത് ശരിയില്ല. ഇപ്പൊ അവൻ ഏറ്റവും നല്ല ഫാഷൻ ഹോട്ടലായിരുന്നു. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഹോട്ടലിലെ പ്രാധാന്യം കൊടുക്കുന്നത് അവന്റെ ഓർമ്മ വെച്ചിട്ടാണ്. അവൻ എൻ്റെ പിന്നാലെ ഉണ്ട്. അവന്റെ ആത്മാവിന് ഏറ്റവും സന്തോഷം കുറെ ഹോട്ടലുകൾ എടുത്തിട്ട് അതിന്റെ പേര് ഇങ്ങനെ ഈ രീതിയിൽ ഹോട്ടൽസ് ഇങ്ങനെ ഗൂഗിൾ ഹോട്ടൽസ് ഇടുമ്പോൾ അതിന് അവന്റെ ആത്മാവിന് സന്തോഷം ഉണ്ടാവും എന്നുള്ള സന്തോഷത്തിൽ കൂടി ആ ദുഃഖം ഞാൻ നിരാകരിക്കും. അങ്ങനെ എന്തിനും ഒരു പരിഹാരമുണ്ട്, ഏത് ദുഃഖത്തിനും പരിഹാരമുണ്ട്. മനസ്സിലായി.
എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ട്. ഒരു കാര്യം. എനിക്ക് ഗോപാലചേട്ടൻ കാണുമ്പോ ഒക്കെ ചിരിച്ച മുഖമല്ലാതെ ഇന്നുവരെ അത് കണ്ടിട്ടില്ല. അതല്ലാതെ തിരിച്ചിട്ടല്ലാണ്ട് ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ലല്ലോ. അല്ല, കാരണം ഒരു കാര്യമില്ല. നമ്മള് വിഷമങ്ങൾ മറ്റോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല ഇല്ല. അത് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലാക്കി എല്ലാവരും ചെയ്യും. എല്ലാത്തിനും ചെയ്യല്ല. ഈ പറഞ്ഞ എപ്പോഴും ചിരിച്ചിരിക്കണ ഗോപാലചേട്ടനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞേ നിന്ന് തുടങ്ങാം. എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ചിരിക്കുക. സമൂഹത്തിലെ എൻ്റെ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ, ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ ചിരിച്ചിട്ട് തന്നെ കാണുന്നത് ഏറ്റവും സുഖം. അതായത് എൻ്റെ ഒരു സഹോദരനെ കാണുമ്പോൾ സന്തോഷമാണ്. എൻ്റെ ഒരു സ്ത്രീനെ കാണുമ്പോൾ എൻ്റെ ഒരു സഹോദരി. അപ്പോൾ എൻ്റെ ഒരു സഹോദരി ഞാൻ കാണുമ്പോൾ ഞാൻ അവരോട് എന്തോ ഒരു ബന്ധം, പഴയ ബന്ധങ്ങൾ എനിക്കുണ്ടാകുന്ന പോലെ അപ്പോൾ ഒരു ചിരിക്കും. അതാണ് ആ ചിരി. നേരത്തെ ഇപ്പൊ പറഞ്ഞു വെച്ചാൽ മോന്റെ ഇഷ്ടമാണ് ഹോട്ടല്, മരിച്ചുപോയ മോന്റെ ഇഷ്ടം. അപ്പൊ എപ്പോഴും നമ്മുടെ കൂടെ മരിച്ചിട്ടില്ല, മോൻ ഇങ്ങനെ മോനിന്റെ കൂടെ തന്നെ ചേർന്ന് നടക്കുവാണ് അല്ലെ? അതെ, അതാണ് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഒരിക്കലും അവൻ മരിക്കുന്നില്ല, നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കണം. അവനിപ്പം എൻ്റെ 5 കൊല്ലം അവൻ സ്വിറ്റ്സർലാൻഡിലായിരുന്നു. 5 കൊല്ലം സ്വിറ്റ്സർലാൻഡിൽ അവനുണ്ട് എന്നുള്ള മനസ്സിലല്ലാണ്ട് അവനെ കാണുന്നില്ലല്ലോ. അതുപോലെ ഏതോ നാട്ടിൽ അവൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവന് വേണ്ടി ഞാൻ ഹോട്ടൽ ഉണ്ടാക്കുന്നത്, അവൻ്റെ വീടിന് വേണ്ടിയിട്ട്. അവൻ്റെ ആഗ്രഹം, അവൻ്റെ ആത്മാവിന്. കാരണം ഞാൻ 1 കൊല്ലത്തോളം അവൻ ഇവിടെ ഉണ്ടായപ്പോൾ 50 ഹോട്ടലുകൾ എനിക്ക് കാണിച്ചു തന്നെ. പല പല ഹോട്ടലുകൾ കാണിച്ചു. ഇങ്ങനെ ആയിരിക്കണം ഹോട്ടൽ, അങ്ങനെ ആയിരിക്കണം ഹോട്ടൽ. അപ്പൊ അവന് ഏറ്റവും കൂടുതൽ വലിയ ഫാഷൻ ഹോട്ടൽ. അവൻ പഠിച്ചതും സ്വിറ്റ്സർലാൻഡിൽ പോയി പഠിച്ചതും ഹോട്ടൽ കാറ്ററിംഗ്, MBA ഒക്കെ എടുത്തിട്ട് വന്നതാണ്. ഈ വൈഫ് ഉണ്ടോ? വൈഫ് എപ്പോഴും ഭയങ്കര സപ്പോർട്ടാണ്. വൈഫിന്റെ സപ്പോർട്ട് ഞാൻ കാണുന്നുണ്ട് ഗോപാലചേട്ടന്റെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് പോകുന്നു. അല്ല, അവരെ സന്തോഷമായി വെക്കുക എന്നുള്ളതാണ് നമ്മളത്. അവരെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മളെപ്പോഴും എപ്പോഴും കൂടെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചില പ്രശ്നങ്ങൾ അവരെന്താ വരാത്ത നിങ്ങൾ തോന്നും. അവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നുള്ള ഒരിത് അവർക്ക് കാണിക്കണം. മനസ്സിലായില്ല? അത് കാണിക്കണമല്ല, നമ്മളത് അതേ പ്രവർത്തിച്ചാൽ, ഇനി അവരങ്ങനെ ചിന്തിച്ചാലും നമ്മൾ നല്ല രീതിയിലേ ജീവിക്കാവൂ. അത്രയാണ് വേറെ ഒന്നല്ല. ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ വൈഫായിട്ട് സംസാരിക്കും. സിനിമ എടുക്കുന്ന സിനിമ അവര് വലിയ സിനിമ പ്രേമിയാണ്. സിനിമ പ്രേമിയാണ്. പക്ഷെ ഞാൻ സിനിമ ചെയ്യുന്നു, വലിയ സിനിമ അഭിനയിക്കുന്നു വലിയ സന്തോഷമൊന്നല്ല. അങ്ങനല്ല. അപ്പൊ അത് കാരണം സിനിമയിൽ കൂടുതൽ ആകൃഷ്ടമാകണം എന്നുള്ള ഒരു ആഗ്രഹം. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഫാഷനാണ്. എൻ്റെ മിസ്സീസ് വന്ന് ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഏരിയ ഒരു ഗ്രാമീണ സ്ത്രീയാണ്. അതൊരു ആ സ്നേഹത്തിന്റെ പേരിലാണ് അത് കാണിക്കുന്നത്. അപ്പൊ അതിലെന്തും പരിഭവം ഉണ്ടെങ്കിൽ മാത്രമല്ല, വേറെ ഒരു കാര്യത്തിലും നമുക്കൊരു സന്തോഷക്കുറവില്ല. അഭിനയിച്ചിട്ടുണ്ട്, സിനിമകൾ അഭിനയിക്കാറുണ്ട് സാറേ. ഞാൻ 7ാം ക്ലാസ് മുതൽക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു പഠിപ്പ് കഴിഞ്ഞാൽ ഉടനെ അഭിനയിക്കാനാണ് പോകും. അങ്ങനെ ഗ്രാജുവേഷൻ വരെ എല്ലാ നാടകങ്ങളും, അവർ 2-3 നാടകം ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അന്ന് തൊട്ട് അഭിനയമാണ്. അഭിനയുണ്ട്. അഭിനയന്റെ ഒരു ഫാഷനായിരുന്നു. പക്ഷേ അതിന് തന്നെയാണ് മദ്രാസിൽ വന്നത്. പക്ഷേ ഇവിടുത്തെ പരിസ്ഥിതി കണ്ടപ്പോൾ ചില്ലറ ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കൂല എന്ന് മനസ്സിലായി. നമ്മൾ പട്ടണം. അപ്പം ജോലി തന്നെ ചെയ്തു. ജോലിൻ്റെ കൂടെ തന്നെ എൻ്റെ ആദ്യം ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അത് മാറ്റിയല്ല, അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ചിറ്റ് ഫണ്ടിൻ്റെയും തുടങ്ങി. അത് വിപുലീകരണമായ ശേഷം എന്നെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ് തന്നെ തുടങ്ങി. ചിറ്റ് ഫണ്ട് തന്നെ തുടങ്ങി. അച്ഛനായിട്ട് തുടങ്ങി വെച്ചതാണോ? അച്ഛനായിട്ട് അവിടെ തുടങ്ങിയിട്ടില്ല. ഞാൻ മദ്രാസ് തുടങ്ങിയല്ലേ. അച്ഛൻ നാട്ടിൽ കുറി വെക്കാറുണ്ട്, കുറി നടത്താറുണ്ട്. ഒരു സഹകരണ സംഘം പോലെ നടത്തുന്നു. 10 ഗ്രാമത്തിലെ 10-50 ആൾക്കാരെ ചേർന്ന് അവര് ചിട്ടിയെടുത്ത് ഒരു കല്യാണ ആവശ്യത്തിനൊക്കെ എടുത്ത് അങ്ങനെ ഒരു സഹകരണ പ്രസ്ഥാനത്തിൽ അച്ഛനുണ്ടായിരുന്നു. അത് എല്ലാവരും അച്ഛനെ വിശ്വസിച്ചിട്ട് അച്ഛനാകുന്ന കാര്യങ്ങളൊക്കെ കട്ടാതെ ചെയ്യുന്നു. അങ്ങനെ ഒരു കൾച്ചറുണ്ട്. അതിന്റെ കണക്കൽ ഞാനായിരുന്നു. അപ്പൊ കണക്കിനെ പറ്റിയല്ല എനിക്ക് നല്ല ബോധമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രചോദനം എനിക്ക് തിരുപ്പണ്ടി ഇതിലേക്ക് കിട്ടിയത് അല്ലേ? ആദ്യം സ്വന്തമാക്കിയ വാഹനം ഏതാണ്? ആദ്യം സ്വന്തമാക്കിയ വാഹനം ഒരു മോട്ടോർ സൈക്കിളാണ്, മദ്രാസിൽ. അത് ഇന്നും അവിടെ തന്നെ കിടക്കുന്നത്. അതെ, 1969 ആദ്യം സൈക്കിളായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ. പിന്നെ മദ്രാസിൽ ചെന്നപ്പോൾ മോട്ടോർ സൈക്കിൾ തന്നെ കിട്ടി. എനിക്ക് ജോലി ചെയ്യുന്നത് പിന്നെ ഒരു 2-3 മാസം കൊണ്ട് അവർ മോട്ടോർ സൈക്കിൾ തന്നു, പ്രൊമോഷൻ തന്നു. നല്ല രീതിയിലായിരുന്നു അത്. കൂടെ തന്നെ എന്റെ ബിസിനസ്സും തുടങ്ങി. എന്നും നമുക്കൊരു കടപ്പാടുണ്ടാവും ഒരാൾക്കെടുത്ത്. ഇപ്പൊ എനിക്കുണ്ടാവും, ഗോപാലൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാളുടെ പേര് ആരുടെ പറയാൻ? എന്റെ കടപ്പാട് എന്റെ അച്ഛനും അമ്മയോടും തന്നെയാണ്.
എൻ്റെ കടപ്പാട് എപ്പോൾ അത് തന്നെയാണ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്തെങ്കിലും ഞാൻ ഓരോ ദിവസങ്ങളും ബുദ്ധിമുട്ടിക്കുമ്പോൾ അമ്മേൻ്റെ സ്നേഹവും, ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന കാശും, അവരെന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ എൻ്റെ കോളേജ് ജീവിതം വരെ എനിക്കൊരു വിഷമം ഉണ്ടാക്കിയില്ല. അത് ആ കടപ്പാട് എനിക്ക് അവരോട് തന്നെയാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, 1-2 സുഹൃത്തുക്കളുണ്ടായിരുന്നു, എല്ലാ തരത്തിലും പലതരത്തിലും സഹായിക്കുന്ന ആൾക്കാർ. നമ്മളൊക്കെ ചിലവാക്കുന്ന ആൾക്കാരായിരുന്നു. നമ്മൾ വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ ഞാൻ ചിലവാക്കുന്ന ആളാണ്. എന്തെങ്കിലും ചെറിയ ചെറിയ സൈഡ് ബിസിനസ് ഒക്കെ ഞാൻ ചെയ്യും. ഈ ബിസിനസ് ഉള്ള ഈ പഠിക്കുന്ന സമയത്ത് ചെയ്യാറുണ്ട്. വീണ് പോകുമെന്ന് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ? വീണ് പോകുമെന്ന് തോന്നിയിട്ടില്ല. ഇല്ല, തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. വീണ് പോകരുതെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അതെപ്പോൾ, ഞാൻ പറഞ്ഞു ഒരു ഓട്ടക്കാരന് എപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എപ്പോൾ നമ്മളെ വിശ്വാസം നമ്മളെ രക്ഷിക്കും. അതെ അതെ അതെ. നമ്മളെ വീണ് പോകും എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോൾ പരാജയപ്പെട്ടു. നമ്മൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കിപ്പോൾ ഹെൽത്ത് ഇല്ലെങ്കിലും തൽക്കാലം അത് ഹെൽത്ത് റീകലക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം ഞാൻ നോക്കണം. ഞാൻ 80 വയസ്സായാലും ആ റീകലക്ട് ചെയ്യാൻ എന്ത് വഴിയുണ്ടെന്നാണ് ഞാൻ നോക്കേണ്ടത്. കുറെ ജീവിക്കാനുള്ള ആഗ്രഹമില്ല, നമുക്ക് എന്നും ചെയ്യണം എന്നുള്ള ആഗ്രഹം. ആർക്കെങ്കിലും ഇപ്പോൾ 10-13,000 പേര് എൻ്റെ പേരിൽ ജോലി ഇന്ന് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 13,000 26,000 ആക്കി കഴിഞ്ഞാൽ അതൊരു ഹാപ്പി അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അവസാന നിമിഷം കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക എന്താണെന്നറിയോ, നമ്മൾ എത്ര ആൾക്ക് നന്നായി ചെയ്തിട്ടുണ്ട്, ഒരെത്ര ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ എല്ലാം ശാപം എനിക്ക് ഉണ്ടാവുമോ, ഇതൊക്കെ അവസാന മോമെൻ്റാണ് ചിന്തിക്കുക. ഇപ്പോൾ ഏതൊരാളും അവൻ്റെ ജീവിതത്തിൽ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താൽ അവന് അവസാന ദിവസം കെട്ടിക്കിടക്കുമ്പോൾ എൻ്റെ ആനന്ദം കിട്ടുക എന്താണെന്നറിയോ, നല്ല രീതിയിലേക്ക് മാത്രമാണ്. മറ്റവർക്ക് ദുരിതങ്ങൾ മാനസികമായിട്ട് അവനെ ഒരു വെറി പിടിച്ചവരോടുണ്ടാവും. അത് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മറ്റൊരുക്കൊരു നല്ലത് ചെയ്യുക. അതെ അതെ, ഉറപ്പാണ്. അതാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ അവസാനം നമുക്ക് സന്തോഷം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് ഒരു ദീർഘവീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതാണ്. അത് വലിയൊരു ഉപദേശമായിട്ടാണ് ഞാനും കണക്ക് കൂട്ടുന്നത്. ഞാനും അത് സ്വീകരിക്കുന്നു. ഒരു പാൻ ഇന്ത്യൻ ചിത്രം നിർമ്മിക്കണ്ടേ? എന്താ ഒരു പാൻ ഇന്ത്യൻ ചിത്രം നിർമ്മിക്കണ്ടേ? ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്, സാധിക്കുമെങ്കിൽ ചെയ്യാം. അത് ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നിന്ന് ഒരു പടിയിൽ നിന്ന് അടുത്ത പടി കടത്തുന്നല്ല, 4 പടി അപ്പുറം കടന്ന് ചിലപ്പോൾ കീഴ് വീണു. പണ്ട് പറഞ്ഞ ഇരുന്നിട്ടേ കാല് കിട്ടാം കറക്റ്റ്. അപ്പൊ അതുപോലെ നമ്മൾ ഓരോ സ്റ്റെപ്പും നമ്മൾ ബലമുണ്ടാകണം. ഇപ്പൊ വഴുക്കുന്ന സ്ഥലത്തൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് മുമ്പിൽ വെച്ച സ്റ്റെപ്പ് ശരിക്കും സ്ട്രോങ് ആണെന്ന് കണ്ടാൽ അടുത്ത സ്റ്റെപ്പ് വെക്കാം. അപ്പൊ നമ്മൾ വീഴില്ല. വീഴുന്ന സ്ഥലത്താണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് നടന്നാൽ വീഴില്ല. അപ്പൊ അത് ഓരോ സ്ഥലത്തും അതിന്റെ സ്ഥലത്തനുസരിച്ച് നമ്മൾ നടന്നാലേ നമുക്ക് ചളി ധരിക്കാതിരിക്കും. ആ രീതിക്ക് നമ്മൾ നോക്കുന്നുള്ളൂ. അതെ, മമ്മൂട്ടീനെയും വെച്ച് മോഹൻലാലിനെ വെച്ചൊക്കെ സിനിമ എടുത്തു. മമ്മൂട്ടിയെല്ലാം വെച്ച് എല്ലാവരും വെച്ച് സിനിമ എടുത്തു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടൊരു സിനിമ എടുക്കുന്ന ആഗ്രഹം അത് ശ്രമിച്ചിട്ടുണ്ട്, അത് നടന്നില്ല. അവർ രണ്ടുപേരും നല്ല കലാകാരന്മാരാണ്. അത് ജനങ്ങൾ മുഴുവൻ അവർ രണ്ടുപേരുണ്ടെങ്കിലും വലിയ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടും അത് ചിലപ്പം അധികം നടന്നില്ല. ഒരു പ്രാവശ്യം നടന്നുള്ളൂ. ഇനിയും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ. അല്ല, നമുക്ക് വലിയ സന്തോഷമാണ്, വലിയ സന്തോഷം. പക്ഷെ രണ്ടുപേരും അത് യോജിക്കണമല്ലോ. ഇനി ജീവിതത്തിൽ ഒരാഗ്രഹം ഉണ്ടല്ലോ. എൻ്റെ കാഴ്ചപ്പാടിൽ ഗോപാലചാറിന് ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ സ്ഥലത്തും എത്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുന്നുള്ളൂ. പാവങ്ങളെ സഹായിച്ചും എല്ലാ പ്രവർത്തിയും ചെയ്ത് നമ്മൾ ഓടുന്നുള്ളൂ. പറഞ്ഞ പോലെ ഇനി എനിക്ക് വേണം എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? എനിക്കെന്ത്, ഈ പാവപ്പെട്ട ആൾക്കാരെ ഇപ്പൊ ഞാൻ 120 പേരെ പിന്നെ വിവാഹം ഇപ്പം ഞങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ വിവാഹത്തില്ല, ദിവസം അവരെ എൻ്റെ മെഡിക്കൽ കോളേജിൽ 120 പേരോളം ഇപ്പം ഒരു വൃത്തി ആളുണ്ടാക്കി അവര് നമ്മൾ ജീവിപ്പിക്കണം. അവർക്ക് മരുന്ന് കാര്യങ്ങൾ ഡോക്ടർ എല്ലാം കൊടുത്ത് അവർ കഞ്ഞി ഭക്ഷണം എല്ലാം വളരെ ഹാപ്പി ആയിട്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അവർ ജോളിയായിട്ട് ഇരിക്കുകയാണ്. അത് 120 എന്നുള്ളത് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുവന്ന് ഈ ആര് മക്കളെ നോക്കാത്ത അമ്മമാരുണ്ടല്ലോ അവരെല്ലാം കൊണ്ടുവന്നിട്ട് അവരൊക്കെ ഏറ്റവും സുഭിക്ഷമായ ഒരു ജീവിതം, അവർക്ക് ആ മക്കളില്ല നോക്കാതെ ഒരു വേദന ഇല്ലാതെ അവർക്കൊന്ന് കൊണ്ടുപോയിട്ട് അവരൊക്കെ സ്നേഹം സമ്പാദിക്കാൻ എനിക്ക് വലിയ ആഗ്രഹം. അതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോഴത്തെ ആഗ്രഹം അതാണ്. അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്, എല്ലാവരെയും ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. അതോ ഈ ഒരു ആഗ്രഹം, ഇങ്ങനെയൊക്കെ ആഗ്രഹം പറയുന്നത് വളരെ ചുരുക്കമുള്ളൂ. മറ്റെല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹങ്ങളെ പറയാറുള്ളൂ. നമ്മൾ കാര്യം ചെയ്തില്ല. നമ്മൾ മീനെ പിടിക്കാൻ പോയാൽ എല്ലാം ഒരു മീനെ പിടിക്കുമ്പോൾ പല മീനുകളും കിട്ടും.
മനസ്സിലായില്ലേ? അതെ, അതെ. അതുകൊണ്ട് ഒരു മീനെ പിടിക്കുമ്പോൾ 5-6 മീന് വേറെ കിട്ടും. അത് നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്. അത് ആ രീതി കിട്ടുന്നുണ്ട്. ഇനി കുറെ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അതെ. എൻ്റെ ഇനി പോണമെന്ന് തോന്നുന്ന രാജ്യം ഏതായിരിക്കും? പോണം എന്നുള്ള റോമിൽ പോയിട്ടില്ല ഇതുവരെ. റോം പോകണമെന്നുണ്ട്. ഉം, ഉം. കാരണം മനസ്സിലായില്ലേ? മനസ്സിലായി മനസ്സിലായി. പിന്നെ മെക്കെ പോകാൻ ആഗ്രഹമാണ്. പക്ഷേ വിടും. കാരണം അവിടെ വിടൂല്ലല്ലോ. അവിടെ 30 കിലോമീറ്റർ ഇപ്പുറത്ത് മാറ്റി നിർത്തുമല്ലോ. അപ്പൊ എങ്ങനെയുള്ള എല്ലാം പിന്നെ ഇതിന്റെ മതവിശ്വാസികൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന അടുത്തെല്ലാം പോകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ കാശി പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മെക്കയല്ല, മെക്ക അത് സാധിക്കാത്ത അടുത്ത് പെടുന്നുണ്ട്. പിന്നെ റോം പോകണമെന്നുണ്ട്. എല്ലാം ഉണ്ട്. അതെല്ലാം സാധിക്കുന്ന കാര്യം തോന്നും. മെക്കെ പോയിട്ടില്ലെങ്കിൽ അതിന്റെ അടുത്തെങ്കിലും പോകാൻ. പിന്നെ അതിപ്പോ ഇവിടെ കാണുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും. ഏറ്റവും അതായത് എനിക്കൊരു മതം എന്ന് ഒരു ആരോടും എല്ലാ മതസ്ഥരോടും നമുക്ക് എൻ്റെ പിന്നെ ഒരു ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു ക്ലാസ് എല്ലാവർക്കും അതിൻ്റെ ജാതി അവർക്കുണ്ട്, മതം അവർക്കുണ്ട്, എല്ലാ കാര്യവും ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷേ അത് ഒരു 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 ചെറിയ ഇതാണത്. ഒരു ഒരു സമൂഹത്തിൻ്റെ ഒരു അച്ചടക്കമായ ഒരു നിലപാട്. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു ക്ലാസ് 40 കുട്ടികളുണ്ട്, ഒരു 50 കുട്ടികളുണ്ട്. അതിൽ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അവൻ്റെ മകൻ ആ ക്ലാസ്സിലുണ്ടായിരിക്കും. അപ്പൊ ആ മകനോട് പ്രത്യേകം താല്പര്യം പിടിച്ച് അവന് മാത്രം പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ഛൻ മാഷായി. ആ മാഷ നമ്മളെ സമൂഹത്തിലെ നല്ല അധ്യാപകനായിട്ട് കാണില്ല. മനസ്സിലായി? അതുപോലെ ഏതൊരുത്തൻ അവന്റെ സ്വന്തം ജാതിക്കോ സ്വന്തം മതത്തിനോ സ്വന്തം ആൾക്കാർക്കോ മാത്രം ചെയ്യുന്ന ഒരാളെയാണെങ്കിൽ അവനൊരിക്കലും സമൂഹം അംഗീകരിക്കില്ല. ദേഷ്യം വരുന്നപ്പോഴാ ദേഷ്യപ്പെടുമ്പോൾ അനീതി കാണുമ്പോൾ ദേഷ്യപ്പെടും. അങ്ങനെ പൊട്ടിത്തെറിച്ചത് എന്നായിരിക്കും? പൊട്ടിത്തെറിക്കലൊന്നുമില്ല. കാരണം പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. മനസ്സിലായില്ലേ? പൊട്ടിത്തെറിക്കാറില്ല. അത് നമ്മളെ ചില സ്വന്തമായിട്ട് കാര്യം. ഇപ്പോൾ കുട്ടികൾ തെറ്റെല്ലാം ചെയ്യുമ്പോൾ നമ്മളെ ജോലിക്കാർ തെറ്റുമ്പോൾ അവരെ അഭിനയിക്കാറുണ്ട്. അല്ലാണ്ട് ഞാൻ പൊട്ടിത്തെറിച്ചാൽ എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും. ഞാനത് അഭിനയിക്കണം. അവനോട് നിന്ന് എന്തെങ്കിലും എന്റെടാ ഇതെന്ന് പറഞ്ഞ് അഭിനയിക്കണം. അത് കവിതകാരൻ അത് അങ്ങനെ ചെയ്യാറുള്ളേ. ഈ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും കൈവച്ച ഒരു വ്യക്തി തന്നെയാണ്. എല്ലാ മേഖലയൊന്നുമില്ല, ചാനലുമായിട്ട് ബന്ധപ്പെട്ട് കൈവച്ചു. ഇപ്പം ഫ്ലവേഴ്സിലുണ്ട്, 24-ലുമുണ്ട്. ഈ ചാനലൊക്കെ എങ്ങനെ പോകുന്നു? ചാനൽ നന്നായിട്ട് പോകും. അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരടുത്ത് വിട്ടുകൊടുക്കണം. ഞാൻ ഒരു പൈസ ഉണ്ടെന്നല്ലാതെ എനിക്ക് വല്ല കാര്യം ചെയ്യാൻ പറ്റില്ല. ഇല്ല. നിങ്ങളൊരു ബസ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ആവാൻ പറ്റില്ല. അപ്പൊ ആ ബസ് നിങ്ങളാണെന്ന് പറയാം. പക്ഷെ ഡ്രൈവറും കണ്ടക്ടറും വേറെ വെക്കണം. അത് ഡ്രൈവറും കണ്ടക്ടറും നടത്തുന്നതാണ് ബസ്. അതുപോലെ ചാനൽ വരുമ്പോൾ അതിനെ പറ്റിയ ആൾക്കാരെ വെച്ച് നടത്തിയിരുന്നു. വലിയ ഊഹാപോഹങ്ങൾ ഗോപാലചേട്ടന്റെ പേരിൽ ഊഹാപോഹങ്ങൾ ഒത്തിരി ചർച്ച വരുന്നു. പല കാര്യങ്ങളും ഗോപാലചേട്ടനെ കുറിച്ച് ചർച്ച വരുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ എനിക്കൊന്ന് ചോദിക്കുന്നുണ്ട്. റിപ്പോർട്ടർ TV-യിൽ ഗോപാലചേട്ടന്റെ ഫണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. എൻ്റെ സ്നേഹിതനാണ്. പക്ഷെ ഞങ്ങളായിട്ടുള്ള റിപ്പോർട്ടർ TV, കാരണം ഞാനിവിടെ 24-ല് പിന്നെ ഈ ഫ്ലവേഴ്സിൽ ഞാൻ ചെയർമാനാണ്. അപ്പൊ ഞാൻ വേറൊരു TV അവിടെ പോയിട്ട് ചാനലായിട്ട് മത്സരിക്കാൻ പാടില്ല. ഞാൻ പാടില്ല എന്നല്ല, ഒരു പക്ഷെ ചെയ്യായിരിക്കും. 2-3 TV-കളിലല്ലോ. പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം ഇവര് കോൺഫിഡൻ്റ് ആയിരിക്കണമല്ലോ. ഞങ്ങൾ ഇതിലെല്ലാം ഒരാളാണ്. അത് ഞങ്ങളെ ചെയർമാനാണെന്നുള്ള തോന്നണം. ആർക്ക്? ഫ്ലവേഴ്സിന്റെ ആൾക്കാർക്ക് ഞങ്ങളെ ചെയർമാനാണ് ഗോകുലം ഗോപാലൻ എന്ന് തോന്നണം. പല ആളുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ സ്നേഹം ഉണ്ടാവില്ല. ശരിയാണ്, മനസ്സിലായി? അങ്ങനെ ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട് എല്ലാവരും. അതില്ല, സത്യമില്ല. ഞാൻ അതില് ചേരുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അത് നല്ലതല്ല. ഞാനൊരു ഫ്ലവേഴ്സിന്റെ ചെയർമാനായിട്ടിരിക്കുമ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. ഇവരുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ചില കാര്യത്തിലൊക്കെ നമ്മൾ ഈ ഹോട്ടൽ വിഷയത്തിലൊക്കെ ചില പാർട്ട്ണർഷിപ്പ് ഒക്കെ ഉണ്ട്. ഈ ആൻഡോ ബ്രദേഴ്സ് ഒക്കെ ആയിട്ട് അല്ലേ? ചെറിയ രീതിയിലൊക്കെ ഹോളിഡേ ഇന്നിലൊക്കെ ഷെയർ ഉണ്ടെന്ന്. അതെ, അങ്ങനെ ഹോളിഡേയിലും മറ്റെല്ലാ ഹോട്ടലുകളും പാർട്ട്ണർഷിപ്പ് ചെയ്യാനുള്ള മാധ്യമത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി മേലെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ചെയ്യും. എന്തായാലും ചാനലിൽ നമുക്ക് ഷെയർ ഇല്ല. റിപ്പോർട്ടർ TV-യിൽ നമുക്ക് ഷെയർ ഇല്ല.